ഈ 2500 രൂപ വെച്ച് മേടിച്ചത്? 2500 രൂപ വെച്ച് മോട്ടോർ ശരിയാക്കാൻ നിന്ന് അവകാശപ്പെട്ടതാണ് വാങ്ങിച്ചേക്കുന്നത്. ഈ മോട്ടോർ കത്തിപ്പോയതാണ്. മോട്ടോർ കത്തിപ്പോയെന്ന് പറഞ്ഞാൽ അത് അറിവില്ലാത്തവരെ പറ്റിക്കാൻ എളുപ്പമാണ്. കാരണം ഞാൻ വീട്ടിലില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് 2500 രൂപ കൊടുത്തു. 2500 രൂപ കൊടുത്തപ്പോൾ ഞാൻ അവരോട് ഷൗട്ട് ചെയ്തു. കാരണം എന്തുകൊണ്ട് കൊടുക്കണം, 2500 രൂപ കൊടുക്കണം. എൻ്റെ വീട്ടിൽ ഒരു 1 HP ഒരു മോട്ടറുണ്ട്. 1 HP ഒരു മോട്ടറിന്റെ മോട്ടർ കത്തിപ്പോയതിന് മാക്സിമം പോയ ഒരു 800 രൂപ അല്ലെങ്കിൽ 1200 രൂപ സർവീസ് ചെയ്യാനായി. ഇതൊരു 3 HP മോട്ടർ കാണാം മാക്സിമം. അതിന് മാക്സിമം പോയ ഒരു 5000 രൂപ ആകത്തുള്ളൂ. ഈ 5000 രൂപ ആയാൽ പോലും നമുക്ക് ആ മോട്ടർ ശരിയാക്കാം. ഇതിന്റെ പേരിൽ 2500 രൂപ വെച്ച് ഒരു വീട്ടുകാരെ ഇന്ന് വാങ്ങിച്ചതിന്റെ എനിക്ക് ഇതിന്റെ അപ്ഡേഷൻ ഞങ്ങൾക്ക് കിട്ടണം. ഇത് വാർഡ് മെമ്പറാണോ വാങ്ങിയിരിക്കുന്നത് അതോ വാർഡ് മെമ്പർ അല്ല, കമ്മിറ്റി അംഗങ്ങളാണ് വാങ്ങിയിരിക്കുന്നത്. കമ്മിറ്റി അംഗങ്ങളെ എത്ര അംഗ കമ്മിറ്റിയാണ്? ഇതിനകത്ത് 13 വീട്ടുകാരുണ്ടെന്നാണ് എനിക്ക് ഏകദേശം. കറക്റ്റ് വീട്ടുകാരുടെ എണ്ണം എനിക്കറിയില്ല, എന്നാലും 13 വീട്ടുകാർ ഏകദേശം ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള ഈ 13 വീട്ടുകാർ ഏകദേശം സംബന്ധിച്ചാൽ ഒരു 8 അല്ലെങ്കിൽ 7 വീട്ടുകാർക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ബോർവെൽ ഉള്ളവരാണ്. ബാക്കിയുള്ള ഞങ്ങൾ ഈ 5 വീട്ടുകാർക്ക് ഞങ്ങൾക്ക് വെള്ളം എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തവരാണ്. അവർക്ക് ബോർവെല്ലിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ മനുഷ്യരെ, ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരല്ലേ. വെള്ളമില്ലാതെ എത്ര നാളെ ഒരു വർഷം ജീവിക്കും? 800 രൂപ വെച്ച് ഒരു ദിവസം നമുക്ക് മുടക്കേണ്ട വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനകത്ത്? നിങ്ങളുടെ ഇത് 27-ാം വാർഡോ? 27-ാം വാർഡാണ്. നിങ്ങളുടെ വാർഡ് മെമ്പർ ആരാ? വാർഡ് മെമ്പർ ലീലാമ്മ ബേബിയാണ്. ലീലാമ്മ ബേബി എന്നാ പറയുന്നത്? പുള്ളിക്കാരി മാക്സിമം നോക്കാം എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരി നമുക്ക് ദോഷമായിട്ട് ഒരു ഇത് ചെയ്തിട്ടുമില്ല. പക്ഷെ എന്താണ് ഇതിന്റെ അപ്ഡേഷൻ കിട്ടുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. ഈ 4 മാസമായിട്ട് ആ മോട്ടോർ വലിച്ചു കയറ്റിയിട്ടേക്കാണ്. പക്ഷെ മോട്ടോർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ മോട്ടോർ ബോർവെല്ലില്ല. അതാണ്. അപ്പം ഇത് ആരാ ഇതെടുത്തോണ്ട് പോയിരിക്കുന്നത്? ആരാ കൊണ്ടുപോയത് എടുത്തതൊന്നും നമുക്ക് ഇതിനെപ്പറ്റി അറിയത്തൊന്നുമില്ല. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പല മോഷ്ടാക്കൾ വരെ എടുത്തിട്ട് പോയാണോ അതോ അല്ലാതെ എടുത്തിട്ട്? അതിനെപ്പറ്റി ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ സാധാരണക്കാരാണ്. നമുക്ക് രാവിലെ ഒരു 8 മണിക്ക് പണിക്ക് കയറി കഴിഞ്ഞാൽ ഒരു 5 മണിക്ക് നമ്മൾ കയറുന്ന മനുഷ്യരാണ്. നമുക്ക് ഇതിനകത്ത് എങ്ങനെയും വെള്ളം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ 2500 രൂപ നമ്മൾ മുടക്കിയതാണ്, വീട്ടുകാരെ മുടക്കിയതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചാൽ ഞാനുള്ള കാര്യം പറയണം, ഈ 2500 രൂപ നമ്മൾ മുടക്കി. എന്നാലും നമുക്ക് വെള്ളം കിട്ടിക്കോട്ടെ, എല്ലാവർക്കും കൂടെ കിട്ടിക്കോട്ടെ എന്നാണ് ഈ പൈസ മുടക്കിയത്. നമുക്ക് ആ മുടക്കിയതിനൊരു ഇതുണ്ടാകണ്ടേ? മെമ്പറുടെ അറിവോട് കൂടിയാണോ ഈ 2500 രൂപ മേടിച്ചിരിക്കുന്നത്? അതിനെപ്പറ്റി അറിയില്ല ചേട്ടാ. നമുക്ക് കമ്മിറ്റി അംഗങ്ങൾ വാങ്ങിച്ചോണ്ട് മാത്രമേ അറിയത്തുള്ളൂ. ഇത് കമ്മിറ്റി അംഗങ്ങളാണെന്ന് നിങ്ങളെ കമ്മിറ്റിക്ക് വിളിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ട്? കമ്മിറ്റി അംഗങ്ങളെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. എന്നാലും ഒരു കമ്മിറ്റി അംഗത്തിനെങ്കിലും പേര് പറയത്തില്ലേ? പേര് പറയുന്നതിന് നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ഒരു കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞു, അപ്പൊ ആരാന്ന് ഓർത്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ കമ്മിറ്റി അംഗത്തിന്റെ പേര് പറയുന്നോണ്ടാണ് ബുദ്ധിമുട്ട്. നിങ്ങൾ പൈസ കൊടുത്താണെങ്കിൽ നിങ്ങൾക്ക് പറയുന്നതിന് എന്താ കുഴപ്പം? ഇതിനകത്ത് ജോസ് മറ്റത്തിൽ പറഞ്ഞൊരു ചേട്ടനുണ്ട്, ഞങ്ങൾ അതിലൊക്കെ ഉള്ള ജോസ് മറ്റത്തിലുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം കമ്മിറ്റി അംഗങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള പ്രസിഡന്റ് സെക്രട്ടറി ആരാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ ഇപ്പോൾ ഇല്ല. അപ്പൊ അതിനെക്കൊണ്ട് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും നമുക്ക് വെള്ളം കിട്ടുക എന്നുള്ളൊരു അറിവ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം അറിയാവുന്ന ഒരാളുടെ പേര് ഞാൻ പറയുന്നേ ഉള്ളൂ. അത് പുള്ളിക്കാരനെ എന്നെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് ഒന്നും പറഞ്ഞേക്കുന്നതല്ല, എനിക്കറിയാവുന്ന ഒരാളുടെ വ്യക്തി പറയും. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് വെള്ളം കിട്ടണം. 4 മാസമായിട്ട് ഇവര് കുടിവെള്ളമില്ലാതെ ഏറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും 2500 രൂപ വെച്ച് ഇവിടുത്തെ മെമ്പറുടെ സാന്നിധ്യത്തിൽ കമ്മിറ്റി കൂടിയെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കമ്മിറ്റി കൂടി 2500 രൂപ വെച്ച് മോട്ടറിന് കൊടുക്കണം, മോട്ടർ നന്നാക്കാനാന്ന് പറഞ്ഞു. എടുത്തോണ്ട് പോയിട്ട് 4 മാസമായി. കള്ളം കൊണ്ടുപോയോ ആര് കൊണ്ടുപോയെന്ന് ഇപ്പം ആരും പിടിയില്ല. മോട്ടറും ഇല്ല, വെള്ളവുമില്ല. ഈ പാവങ്ങൾ ഇപ്പം ആഴ്ചയിലൊന്ന് വെച്ച് വെള്ളം കഞ്ഞി വെക്കാൻ പോലും വെള്ളം വില കൊടുത്ത് വാങ്ങുകയാണ്. അതുകൊണ്ട് ചേട്ടനും ഇവിടുത്തുകാരൻ തന്നെയാണ് ഉള്ളതാണ്. അപ്പം ഇവിടുത്തെ ആരാ ചേട്ടൻ? ഇതിനകത്ത് ഈ കമ്മിറ്റിയിലുള്ളതാണ്? ഞാൻ കമ്മിറ്റിയിലുള്ളതാണ്. അപ്പം ആരാ ഇവിടുത്തെ ഈ പണം വാങ്ങിക്കൊണ്ട് പോയവർ പിന്നെന്താ പറയുന്നത്? മോട്ടർ നന്നാക്കാൻ ഇതന്നെ ഇത്ര താമസം എന്നാണോ അവർ പറയുന്നത്? താമസം എന്നാന്ന് അറിയില്ല. അവർ പറഞ്ഞ എപ്പം വിളിച്ചാൽ ഇപ്പം ശരിയാക്കും എന്നാണ് പറയുന്നത്. ഒരു വിവരമില്ല. മെമ്പർ പറഞ്ഞ വീട്ടിൽ നമ്മൾ പൈസ മെമ്പർ കമ്മിറ്റി കൂടിയേക്കുന്നത് 27-ാം വാർഡിലെ മെമ്പർ ലീലാമ്മ പറഞ്ഞിട്ടാണ് ഇവർ 2500 രൂപ വെച്ച് ഈ സാധുക്കളായ മനുഷ്യര് 2500 രൂപ വെച്ച് മോട്ടർ നന്നാക്കാനെന്ന് സത്യാവസ്ഥയാണെന്ന് ഓർത്തുകൊണ്ടാണ് പാവങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഡെയിലി കൂലിപ്പണിക്ക് പോകുന്ന ഈ അച്ചായനൊക്കെ കിട്ടുന്നത് നിസ്സാരം 650-700 രൂപ വെച്ചാണ്. അതിൻ്റെ അകത്തു നിന്നാണ് ഈ 2500 രൂപ ഇവരെ കബളിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. 4 മാസമായിട്ട് ഇവർക്ക് കുടിവെള്ളം എന്ന് പറയുന്ന അവിടെ എത്തിച്ചിട്ടില്ല. ഈ വഞ്ചന നമുക്ക് പുറത്തു കൊണ്ടുവരണം. ന്യൂസ് ടൈം ഇടുക്കി.